ഇതിലേക്ക് ഇനി എങ്ങനെ മെറ്റീരിയൽസ് ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യമായി മെറ്റീരിയൽ ലൈബ്രറി, അതായത് മെറ്റീരിയൽ എഡിറ്റർ എടുക്കുക. എം ആണ് ഷോർട്ട് കട്ട് കീബോർഡിൻ്റെ. അതിനുശേഷം നമുക്ക് ഓരോ സ്ലോട്ടിനും ഓരോ പേര് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പ്രീവിയസ്ലി നമ്മളൊരു റെഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു. ഈ കാണുന്ന റെഫറൻസ്, അതിന് വേണ്ടി അതിൻ്റെയാണ് ഈ കാണുന്ന മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നിനും ഇനി മെറ്റീരിയൽസ് ആഡ് ചെയ്യാനാണ് പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ വീടിൻ്റെ പോർഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സ്ലോട്ട് സെലക്ട് ചെയ്തു. അതിന് ഞാൻ കൊടുക്കുന്ന പേര് വാൾ എന്നാണ്. ഓക്കെ, ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് അല്ല, മറിച്ച് ആർക്കിടെക്ചറൽ മെറ്റീരിയലാണ്. സ്കാൻ ലൈൻ റെൻഡറിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ആർക്കിടെക്ചറിൽ. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീസെറ്റായി ടെംപ്ലേറ്റ്സ് ലഭിക്കുന്നതാണ്. ടെംപ്ലേറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് മെറ്റീരിയൽസ് ലഭിക്കും. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള പെയിൻ്റാണ്. ഓക്കെ, ദെൻ കളർ പ്യുർ വൈറ്റ് കൊടുക്കുന്നു. ഓക്കെ, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ദെൻ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒന്നുകിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അസൈൻ മെറ്റീരിയൽ ടു സെലക്ഷൻ, ഈ കാണുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതവിടെ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ വുഡാണ്. ഞാൻ അധികം ടെക്സ്ചേഴ്സിലേക്കും ടെക്സ്ചറിങ്ങിലേക്കും മാപ്പിങ്ങിലേക്കും ഈ ക്ലാസ്സിൽ കടക്കുന്നില്ല. അത് മറ്റൊരു ക്ലാസ്സിൽ വിപുലമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് അതിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ മാപ്സ് വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ക്ലാസ്സിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ വുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണ് ഞാൻ എല്ലാ പോർഷനും, വുഡായിട്ട് വരുന്ന എല്ലാ പോർഷനും അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സ്റ്റാൻഡേർഡ് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, ആർക്കിടെക്ചറൽ. അതിനുശേഷം യൂസർ ഡിഫൈൻഡിൽ നിന്ന് വുഡ് വാണിഷ്ഡ് എന്നുള്ളതാണ് ഞാൻ ചൂസ് ചെയ്യണത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലോസി ആയിരിക്കും അത്. അത് വന്നതിന് ശേഷം ഡിഫ്യൂസ് മാപ്പിൽ നോ മാപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു വുഡിൻ്റെ ടെക്സ്ചർ ആഡ് ചെയ്യാനാണ് പോണത്. അതിനുവേണ്ടി അവിടെ ക്ലിക്ക് ചെയ്യുക. ജനറലിൽ താഴെ വന്നു കഴിഞ്ഞാൽ ബിറ്റ് മാപ്പ് എന്നുള്ള ഓപ്ഷൻ ഡബിൾ ക്ലിക്ക്. ദെൻ ഞാനിവിടെ ടെക്സ്ചേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, അതൊന്ന് ബ്രൗസ് ചെയ്യുക. ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ നിന്ന് ഇമേജ് സെർച്ച് വഴി ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. വുഡ് 3 ആണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. ദെൻ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ അപ്ലൈ നമ്മൾ ചെയ്തിട്ടില്ല, അപ്പോൾ ഞാനിതിവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യേണ്ടത് വുഡ് ഈ ഒരു പോർഷൻസിലൊക്കെയാണ്, അതായത് ജനലിൻ്റെയൊക്കെ പോർഷൻ. നമുക്ക് എളുപ്പത്തിന് വേണ്ടി എല്ലാം കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യാം. കൺട്രോൾ ഹോൾഡ് ചെയ്യുക, എവിടേക്കാണോ വുഡിൻ്റെ വരേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്യുക. ഇതൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ 2 സെറ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇൻ കേസ് അത് ഗ്രൂപ്പ് അല്ലാതിരുന്നു എങ്കിൽ നമ്മൾ ഓരോന്നിനെയും മാനുവലി സെലക്ട് ചെയ്തോ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തോ ഒരുപാട് സമയം പോയേനെ. അത് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ആ റെയിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രൂപ്പ് കൈയോടെ തന്നെ ചെയ്തത്. വുഡിനെ സെലക്ട് ചെയ്യുന്നു, അസൈൻ മെറ്റീരിയൽ ടു സെലക്ഷൻ. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ വൈറ്റ് കളർ ആഡായി, ഇവിടെ ഗ്രേ കളറാണ് നിൽക്കുന്നത്. അതിനർത്ഥം എന്താണെന്നുണ്ടെങ്കിൽ ടെക്സ്ചർ വന്നിട്ട് ഓൺ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് വ്യൂ പോർട്ടിൽ. അതിനുവേണ്ടി ആ ടെക്സ്ചർ സെലക്ട് ആയിരിക്കലേ താഴെ വന്ന് ഷോ ഷെയ്ഡഡ് മെറ്റീരിയൽ ഇൻ വ്യൂ പോർട്ട് എന്നുള്ള ഓപ്ഷനെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കത് കാണിച്ചു തരും ആ വുഡ് അപ്ലൈ ആയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ജനലുകൾക്ക് ഒരു ഗ്ലാസിൻ്റെ മെറ്റീരിയൽ കൊടുക്കാനാണ് പോണത്. മിററാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇൻറ്റീരിയറോ അല്ലെങ്കിൽ മറ്റ് മാപ്പിംഗ് ടെക്നീക്സ് ഒന്നും തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഒരു മിറർ ഗ്ലാസ് ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. മെറ്റീരിയൽ സ്ലോട്ട് എടുക്കുക. അതിനുശേഷം വീണ്ടും ആർക്കിടെക്ചറിൽ ചൂസ് ചെയ്യുക. ഇതിനുള്ളിൽ നിന്നും മിറർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. മിററിൻ്റെ കളർ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ചൊന്ന് ഡാർക്കായിട്ടുള്ള ഒരു കളറാണ് അവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എനിക്ക് ഈ ഒരു സെറ്റ്, ഇതിപ്പോൾ ഒരു സെറ്റായിട്ടാണ് ഇരിക്കുന്നത്, ഒരു ഒബ്ജക്റ്റാണ്. ഇതിനുള്ളിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യേണ്ടത് പോളിഗണിനെയാണ്. ഓക്കെ, ലാസ്റ്റ് ഞാൻ അവസാനിപ്പിച്ചത് ഈ ഷേപ്പിൽ എക്സ്ട്രൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ 2 പോളിഗൺ ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയതാണ്. അതിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം മെറ്റീരിയലിനെ സെലക്ട് ചെയ്യുക, അസൈൻ മെറ്റീരിയൽ ടു സെലക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇതാണ് ഒരു എളുപ്പവഴി. ഇനി ഇതൊക്കെ കോപ്പി പേസ്റ്റ് ആയതുകൊണ്ട് ഓരോന്നിനും സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടി വരും.
അതല്ലാതെ ഒരു മെത്തേഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് അങ്ങനെ ചെയ്ത് സമയം കളയണ്ട എന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ സെലക്ട് ചെയ്ത് ഇതിനെ പോളിഗൺ സെലക്ട് ചെയ്ത് അസൈൻ ചെയ്യണം. ഈ ഒരു മെത്തേഡ് തന്നെയാണ് ത്രൂ ഔട്ട് എല്ലാത്തിനും കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, മടിയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാലും മതി. ഒരു സൈഡ് ചെയ്തതിന് ശേഷം കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, പോളിഗൺ അസൈൻ ഫിനിഷ്, ഇവിടെ ഒന്ന് സെലക്ഷൻ, ദെൻ പോളിഗൺ. ലാസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്തിരുന്ന ഈ പോർഷൻ ആയതുകൊണ്ട് ഡിഫോൾട്ടായിട്ട് അത് സെലക്ട് ആയി വരും. ഓക്കെ, ആയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്ത് ഇല്ല, ഒരൊറ്റ പോർഷനിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് മൂന്നും സെലക്ട് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ആഡ് ചെയ്യേണ്ടത്. അവിടെയും ആഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. റൂഫിൻ്റെ, അതായത് ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ വീടിൻ്റെ ഈ ഭാഗത്താണ് ഓട് വരുന്നത്. ഈ ഭാഗത്ത് ഞാനൊരു കളറാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ ഭാഗത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കണം. അതിനുവേണ്ടി പോളിഗണിൽ വരിക, ക്ലിക്ക് ചെയ്യുക, മുകളിൽ കാണുന്ന രണ്ട് പോർഷനെയും കൺട്രോൾ കീ ഹോൾഡ് ചെയ്തുകൊണ്ട്, അതിനുശേഷം സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ വന്നിട്ട് ഡിറ്റാച്ച് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചോദിക്കും ഡിറ്റാച്ച് ആസ് ഒബ്ജക്റ്റ്, അത് മതി. ഈ ഓപ്ഷൻസ് ഒന്നും തൽക്കാലം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഡിറ്റാച്ച് ആസ് ഒബ്ജക്റ്റ് തന്നെ, വേറെ ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇവിടെ വേണ്ടത് ഈ കാണുന്ന പോർഷനെ ഞാൻ എന്ത് ചെയ്തു, വോളായിട്ട് തന്നെ ആഡ് ചെയ്യുന്നു. ഈ മുകൾ ഭാഗത്ത് വന്നിട്ട് ഞാൻ മറ്റൊരു മെറ്റീരിയലാണ് ആഡ് ചെയ്യുന്നത്, അതാണ് റൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക കേട്ടോ. സ്റ്റാൻഡേർഡിൽ വന്ന് ഞാൻ വീണ്ടും ആർക്കിടെക്ചറിൽ ചൂസ് ചെയ്യുന്നു. അതിനുള്ളിൽ നിന്നും ഫ്ലാറ്റ് ആയിട്ടുള്ള കളർ പെയിൻറ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ക്ലിക്ക്, ഡിഫ്യൂസ് മാപ്പിൽ വന്നു, നോ മാപ്പിൽ വന്നു, അതിനുശേഷം ബിറ്റ് മാപ്പ് ചൂസ് ചെയ്തു. അതായത് നോ മാപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മളൊരു മാപ്പ് ആഡ് ചെയ്യാമെന്നാണ് അർത്ഥം. ബിറ്റ് മാപ്പ്. ദെൻ ഇവിടെ വന്നിട്ട് ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്യുന്നു. ക്ലിയർ റൂഫ് ടൈൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ചൂസ് ചെയ്യണത്. ദെൻ ഓപ്പൺ കൊടുത്തു. ഇതിനെയാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. സെലക്റ്റഡ് ആണ്, അപ്ലൈ കൊടുക്കുക. ദെൻ വിസിബിലിറ്റി ഓൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിച്ചു തരുന്നുണ്ട്, പക്ഷേ കറക്റ്റ് അല്ല. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഒന്നുകിൽ ഇവിടെ ടൈലിംഗ് എന്നുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ബിഗിനറാണ്, ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് എടുക്കണം, ഈ വാല്യൂസ് ഒന്നും നോക്കിയിരിക്കാൻ ടൈമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോഡിഫയർ ലിസ്റ്റിൽ വരിക, UV എന്ന് ടൈപ്പ് ഇൻ ചെയ്യുക. താഴെ വന്നു കഴിഞ്ഞാൽ UVW മാപ്പ് എന്ന് പറഞ്ഞ് കാണാം. ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ പ്ലാനർ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്, ചേഞ്ചസ് ഒന്നുമില്ല. അതിനുശേഷം ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, ഗിസ്മോനെ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നിങ്ങൾ അതിനെ സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റേഷൻസ് വരും ആ ടെക്സ്ചറിന്. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ ടെക്സ്ചർ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് ചെയ്ത് നോക്കുക, കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഓടിട്ടൊരു ഫീല്. പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, വളരെ എളുപ്പത്തിൽ അങ്ങനെ നമുക്കൊരു വീടിൻ്റെ ഓട് ഇടുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയുള്ള പരിപാടി. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഈ ഒരു പോർഷൻ ഞാൻ വന്നിട്ട് സ്റ്റോണാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റോണിൻ്റെ പോർഷനാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കണം, നമുക്ക് എന്താണ് ഈ സൈഡ് സ്റ്റോണും ഈ ഭാഗം വന്നിട്ട് ടൈലുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിന് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി കൊടുക്കണം. എങ്കിലേ നമുക്ക് പോളിഗണായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഇവിടെ പ്രോ പോളിയനാണ് നിൽക്കുന്നത്. അവസാനം നമ്മൾ സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്തുകൊണ്ടാണ് ഈ പ്രോ പോളിയൻ നിൽക്കുന്നത്. ദെൻ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി. ഇതിന് ശേഷം പോളിഗണ്ണെ ചൂസ് ചെയ്യുക, മുകൾ ഭാഗത്ത് മാത്രം. അതിനെ ഈ കാണുന്ന പോർഷനെ മാത്രം സ്ക്രോൾ ഡൗൺ ചെയ്യുന്നു, ഡിറ്റാച്ച് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഷേപ്പും മുകളിൽ കാണുന്നത് രണ്ടും രണ്ടായിട്ടുണ്ടായിരിക്കും. ഇനി ഈ കാണുന്ന ഷേപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു സിംഗിൾ കളറാണെങ്കിൽ ഈസി ആയിട്ട് കൊടുക്കാം. ജസ്റ്റ് ആ കളറൊന്ന് അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ മാപ്പിംഗ് ആണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഭാഗത്തെയും കോർഡിനേറ്റ്സ് രണ്ടാണ്. ഓക്കെ, ഈ ഭാഗത്ത് കാണുന്ന കോർഡിനേറ്റ്സും രണ്ടാണ്. അപ്പോൾ അതിനുള്ളൊരു എളുപ്പവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഗണിൽ വരിക, ആ പോർഷൻസ്, അതായത് ഒരു ഡയറക്ഷനിൽ വരുന്ന പോർഷനെ മാത്രം സെലക്ട് ചെയ്യുക.
ബാക്ക്. ഇത്രയും ഭാഗമാണ് ഒരു ഡയറക്ഷനിൽ വരുന്നത്. ഓക്കെ, അതിനെ ഡിറ്റാച്ച് ചെയ്യുക. ഇതിന് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത് തന്നെ വൈകാതെ ഞാനിപ്പോൾ ഒരെണ്ണം ചൂസ് ചെയ്യുന്നു. ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യാനാണ് പോണേ. ഇതാണ് സ്റ്റോണിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യണത്. ഓക്കെ, സ്റ്റോൺ എന്നുള്ള പേര് കൊടുത്തു, എൻ്റർ. സ്റ്റാൻഡേർഡിൽ വന്നു, ആർക്കിടെക്ചറിൽ തന്നെ. ഇവിടെ വന്നിട്ട് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാവും. ഇപ്പോൾ സ്റ്റോൺ ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം ഡിഫ്യൂസ് മാപ്പിൽ വന്ന് ആഡ് ചെയ്യാണ് ആ ടെക്സ്ചർ. അപ്പോൾ ഞാനിവിടെ ഇഷ്ടികയുടെ ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. ബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റോൺ ഉണ്ട് ഇവിടെ ഓൾറെഡി. സ്റ്റോൺ വേണ്ട, ഞാൻ ബ്രിക്ക് ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇതാകുമ്പോൾ കുറച്ചുകൂടെ രസമായിരിക്കുന്നു വിചാരിക്കുന്നു. ദെൻ ഓപ്പൺ കൊടുത്തു ഞാൻ. ഓക്കെ, ഇവിടെ കാണിച്ചു തരുന്നില്ല. അപ്ലൈ കൊടുത്ത് ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? ഷോ ഇനേബിൾ ചെയ്യണം. നോക്കി കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ കറക്റ്റായിട്ടല്ല വന്നിരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനെ ഇനി അഡ്ജസ്റ്റ് ചെയ്യാനാണ് പോണേ, ഈ ഒരു പോർഷന്. ഓക്കെ, സെലക്ട് ചെയ്ത് വയ്ക്കുക. മോഡിഫയർ ലിസ്റ്റിൽ വരിക, UV മാപ്പ് അപ്ലൈ ചെയ്യുക. ഇതിൽ പ്ലാനാറാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ പ്ലാനാറിന് അറിയില്ല ഏത് ഡയറക്ഷനാണെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് യൂസ് ചെയ്യുക കേട്ടോ. പെട്ടെന്ന് ഒരു ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഫേസാണ് നല്ലത്. ഓക്കെ, ദെൻ ഇവിടെ വന്ന് UV മാപ്പിൽ വന്നു. ഗിസ്മോനെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഗിസ്മോനെ സെലക്ട് ചെയ്യുമ്പോൾ ഫേസ് ആയതുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത് കേട്ടോ. ഇവിടെ ഞാൻ പ്ലാനാറാണ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനെങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാനും അതേപോലെ തന്നെ സ്കെയിൽ ചെയ്യാനൊക്കെ സാധിക്കും. ഇവിടെ വന്നിട്ട് പ്ലാനാറിൽ തന്നെ നമ്മൾ ആംഗിൾ ചേഞ്ച് ചെയ്യാനാണ് പോണത്. ജസ്റ്റ് ഗിസ്മോ വിസിബിൾ ആവുന്ന രീതിയിൽ വയ്ക്കുക. ഇതിപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടാണ് വന്നിരിക്കുന്നത്. Y ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡ്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് Y ആണ്. ഇപ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് വരുന്നത്. ഇങ്ങനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്തു Y ആണെന്നുള്ളത്, ഈ കാണുന്ന പോർഷൻ. ഓക്കെ, ആംഗിൾ നോക്കിയാൽ ഏത് ആംഗിളിലേക്കാണ് നിൽക്കുന്നത് എന്നുള്ളത്. അതിന് ശേഷം ഞാൻ ഗിസ്മോനെ സെലക്ട് ചെയ്യണു, സ്കെയിൽ ടൂൾ എടുക്കണു, സ്കെയിൽ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടികയുടെ ആ ഒരു ഭാഗം കിട്ടി. പൊസിഷൻ ചെയ്ത് വെച്ചു, അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇതേ മെത്തേഡിൽ തന്നെയാണ് സൈഡിനും ചെയ്യേണ്ടത്. സെലക്ട് ചെയ്യുക, മെറ്റീരിയൽ സെയിം തന്നെ അപ്ലൈ ചെയ്യുന്നു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? UVയിൽ വരിക, UV മാപ്പ്. ദെൻ അതിൻ്റെ ആംഗിൾ നോക്കുക, X ആണ് വരുന്നത്. ഇവിടെ താഴെ വന്ന് X ചൂസ് ചെയ്യുക. ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സ്നാപ്പ് ഓൺ ആണ്, ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരിക, ഗിസ്മോനെ സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം സ്കെയിൽ ചെയ്യുക. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കതിന് അക്കോർഡിംഗ്ലി ചെയ്യാം. പൊസിഷൻ ചെയ്ത് വയ്ക്കുക. സ്കെയില് ആവശ്യാനുസരണം ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഫ്ലോർ ടൈല് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, പകരം ഒരു പ്ലെയിൻ കളറാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. സെലക്ട് ചെയ്തു, സ്റ്റാൻഡേർഡിൽ വന്നു, അതിനുശേഷം ആർക്കിടെക്ചറിൽ അതിനുള്ളിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറാമിക് ടൈൽ യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു കളർ ആഡ് ചെയ്യുക, ഇഷ്ടമുള്ളൊരു കളർ നിങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫ് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്ലൈ ചെയ്തില്ല ഒന്നാമത്തെ. രണ്ടാമത് സ്റ്റെപ്പിനുള്ള കളർ, സ്റ്റെപ്പിനെ കുറച്ചുകൂടെ മൂവ് ചെയ്ത് വെച്ചു. സ്റ്റെപ്പിനും സെയിം കളർ തന്നെ കൊടുത്തു. നോബ്സിന് ആഡ് ചെയ്തില്ലല്ലേ. ഇതിനെയും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. തന്നെ ഇവിടെ വന്നു സെലക്ട് ചെയ്തു, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ കൊടുക്കാം. ഞാനിപ്പോൾ ആർക്കിടെക്ചറിൽ വന്നിട്ട് അവിടെ മെറ്റാലിക് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാവും, മെറ്റൽ ഫ്ലാറ്റ്. ഓക്കെ, അതിന് ശേഷം ഞാൻ അതിനൊരു കളർ കൊടുത്തു, കുറച്ചുകൂടെ വൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. അത് ഗ്ലെയിൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നല്ല രീതിയിൽ മാറും. അപ്ലൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ആയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മളുടെ വീടിൻ്റെ റെഫറൻസ് ഇമേജ് കേട്ടോ. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് നമ്മളതിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ടെക്സ്ചറാണ് ഇതിലില്ലാത്ത ടെക്സ്ചർ നമ്മൾ അപ്ലൈ ചെയ്തു. ഞാനിത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അതിന് ശേഷം ഒരു ലൈറ്റ് ആഡ് ചെയ്യാനാണ് പോകുന്നത്.
ലൈറ്റ് ആഡ് ചെയ്യാൻ ക്രിയേറ്റിൽ തന്നെ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ബൾബിൻ്റെ ഐക്കൺ ലൈറ്റിനെ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ലൈറ്റാണ്. സ്റ്റാൻഡേർഡിനെ ക്ലിക്ക് ചെയ്യുക. സ്കൈലൈറ്റ് എക്സ്റ്റീരിയറിനെ കുറച്ചുകൂടെ ബെറ്ററാണ് സ്കൈലൈറ്റ്. പെട്ടെന്ന് ഔട്ട്പുട്ട് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് തരും. ദെൻ റൈറ്റ് ബട്ടൺ ടൂൾ ഫിനിഷായി. മോഡിഫൈയിൽ വരിക, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ വന്നിട്ട് ഷാഡോസ് ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ എത്ര ഭാഗം റെൻഡർ ആവും എന്നുള്ളത് അറിയത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ ആ റീജിയൻ അറിയാനായിട്ട് പെർസ്പെക്റ്റീവിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഷോ സേഫ് ഫ്രെയിംസ്, ഷിഫ്റ്റ് എഫ് ആണ് ഷോർട്ട് കട്ട്. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫ്രെയിമിനുള്ള ഭാഗം എന്തായാലും റെൻഡർ ആവും. ഇതാണ് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ വന്നു ഷിഫ്റ്റ് ക്യൂ ആണ് റെൻഡർ ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. ഷിഫ്റ്റ് ക്യൂ. ഞാൻ കുറച്ച് ഡാർക്കായിട്ടുള്ള കളറാണ് ആ മിറേഴ്സിന് കൊടുത്തിരുന്നത് വിൻഡോൻ്റെ, അതുകൊണ്ടാണ് ഇവിടെ ഡാർക്കായിട്ടിരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ റിഫ്ലക്ഷൻ വന്നിട്ടുണ്ട്. നമ്മളൊരു ഗ്രീനറി ആഡ് ചെയ്യുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മരമോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടെക്സ്ചേഴ്സൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് അക്കോർഡിംഗ്ലി ആ കളേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്യുവർ വൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ റെൻഡറിങ്ങിൽ വരിക. പ്യുവർ വൈറ്റ് ആക്കാൻ ഞാൻ എന്തായാലും പറയത്തില്ല. ഞാൻ എൻവയോൺമെൻറ്റിൽ റെൻഡറിങ്ങിൽ എൻവയോൺമെൻറ്റ് 8 ആണ് ഷോർട്ട് കട്ട്. നിങ്ങൾക്ക് എൻവയോൺമെൻറ്റ് മാപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതും അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിലെ കളർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് ഒരു ഗ്രേ ടോണിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് റെൻഡർ ചെയ്യാണ്. ഇനി ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സേവ് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്തുകൊണ്ട് എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തു. ദെൻ സേവ് ടൈപ്പ് ചോദിക്കുമ്പോൾ എന്ത് ഫോർമാറ്റിലേക്കാണെന്നുള്ളത് നമുക്ക് വേണ്ടത് JPG ആണെങ്കിൽ JPG ചൂസ് ചെയ്യുക. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സ് ചോദിക്കും അതിൻ്റെ ക്വാളിറ്റി എത്ര വേണമെന്നുള്ളത്. അപ്പോൾ ബെസ്റ്റ് ക്വാളിറ്റി തന്നെ കൊടുക്കുക. ഫയൽ സൈസ് കൂടും. ഓക്കെ, സ്മൂത്തിങ് എങ്ങനെ വേണമെന്നാണ് ചോദിക്കുന്നത്. നോർമൽ കൊടുത്താൽ മതി. ഓക്കെ കൊടുക്കുക. നമ്മുടെ ഇമേജ് സേവ് ആയി.